നീ ഭൂമിയെ സന്ദർശിച്ച് നനയ്ക്കുന്നു. നീ അതിനെ അത്യന്തം പുഷ്ടിയുള്ളതാക്കുന്നു. ദൈവത്തിൻ്റെ നദിയിൽ വെള്ളം നിറഞ്ഞിരിക്കുന്നു. നീ ഇങ്ങനെ ഭൂമി ഒരുക്കി അവർക്ക് ധാന്യം കൊടുക്കുന്നു. മഴയാൽ നീ അതിനെ കുതിർക്കുന്നു. അതിൻ്റെ ഒഴുകുചാലുകളെ നീ നനയ്ക്കുന്നു. അതിലെ കട്ട ഉടച്ച് നിരത്തുന്നു. അതിൻ്റെ മുളയെ നീ അനുഗ്രഹിക്കുന്നു. ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. നിശ്ചയമായും അനുഗ്രഹിക്കും. നിങ്ങൾ കേൾക്കുന്ന വചനങ്ങൾ അനുഗ്രഹ വചനങ്ങളാണ്. അത് നിങ്ങൾക്ക് നന്മ നൽകുന്ന വചനങ്ങളാണ്. അത് കട്ടകൾക്കിടയിൽ കെട്ടുപോകുവാൻ ദൈവം സമ്മതിക്കുകയില്ല. ദൈവം ആദ്യം വിതയ്ക്കുകയാണ്, വിത്ത് വിതയ്ക്കുകയാണ്. എന്നിട്ട് ദൈവം ആ വിത്തിനെ കിളിർപ്പിക്കുവാൻ ഭൂമിയെ നനയ്ക്കുകയാണ്. ദൈവം നിങ്ങളെ നനയ്ക്കും. ഭൂമിയെ നനയ്ക്കുന്നത് പോലെ പരിശുദ്ധാത്മാവായ ദൈവം നിങ്ങളുടെ അകത്ത് ദൈവം നൽകിയ വചനത്തെ തളർപ്പിക്കുവാൻ വ്യാപരിക്കും. അതിലെ മുളയെ നീ അനുഗ്രഹിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്ന പോലെ പ്രിയപ്പെട്ടവരെ, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. പരിശുദ്ധാത്മാവിൽ നിങ്ങൾ നിറയും. ആത്മാവ് വരുമ്പോൾ അത് സാധ്യമാകും. കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം എന്ന് പറഞ്ഞ മറിയയോട് യേശുവിനെ കുറിച്ചുള്ള സത്വർത്തമാനം ഘോഷിക്കുമ്പോൾ ഇതെങ്ങനെ സംഭവിക്കുമെന്ന് അവൾ ചോദിച്ചു. വചനമാണ് ആദ്യം വെളിപ്പെട്ടത്. ദൂതൻ പറഞ്ഞു, പരിശുദ്ധാത്മാവ് വരും, അത്യുന്നതിൻ്റെ ശക്തി നിന്റെ മേൽ നേരിടും. ആകയാൽ ഉത്ഭവിക്കുന്ന വിശുദ്ധ പ്രജ ദൈവപുത്രനെ വിളിക്കപ്പെടും. വചനമാകുന്ന വിത്താണ് ആദ്യം വെളിപ്പെട്ടത്. അതിലെ മുളയെ അനുഗ്രഹിക്കുവാൻ, അതിനെ കിളിർപ്പിക്കുവാൻ ദൈവം ഭൂമിയെ നനയ്ക്കുന്നത് പോലെ ആത്മാവിനെ പകരുകയാണ്. പ്രിയപ്പെട്ടവരെ, ദൈവം നിങ്ങളോട് പറഞ്ഞ ദൂതുകൾ നിറവേറും. പരിശുദ്ധാത്മാവിൽ നിറയുമ്പോൾ ദൈവം നിങ്ങളെ നനയ്ക്കുന്ന ഒരനുഭവമുണ്ട്. അതിൽ ഒരനുഗ്രഹം വരുന്നു. അതിലെ മുളയെ ദൈവം അനുഗ്രഹിക്കുന്നു. നിശ്ചയമായും നിങ്ങൾ കേട്ട വചനത്തിൻ്റെ നന്മ നിങ്ങൾ അനുഭവിക്കും. അതിൻ്റെ ശക്തി നിങ്ങൾ കാണും. വിശ്വാസത്തോടെ വചനത്തോട് പ്രതികരിക്കാം. ദൈവം നമ്മെ ഓരോരുത്തരെയും പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.